ഇച്ചിരി ഞാൻ പുളിക്കോശിയിലായിരുന്നു ഗൈസ്. നമ്മളത്തെ വീട് വെച്ചാൽ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ് ഗൈസ്, നമ്മളെ ഫ്രണ്ടിൻ്റെ അപ്പം ഗൈസ്. അപ്പോൾ ആ ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് പർച്ചേസും കാര്യമൊക്കെ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതുള്ളൂ ബെല്ലേക്ക് അടിച്ചത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നേരെ ഫസ്റ്റ് നമ്മളെ കാറെടുത്ത് പർച്ചേസ് ചെയ്യും. അപ്പോൾ നമ്മൾ ചോപ്പിനെ നമ്മൾ കെട്ടിട്ടു നമുക്ക് പോയി നോക്കി നോക്കാം. നമ്മൾ ചോപ്പ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ചോപ്പിനോട് കാര്യം പറയാം. ചോപ്പ ഞാനൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ഫ്ലാങ്കിൾ ബായ് എങ്ങോട്ടാ ട്രിപ്പ് പോണത്? അത് ഞാൻ മൂന്നാർക്കാണ് ട്രിപ്പ് പോണത്. കൊള്ള ഫ്ലാങ്കിൾ ബായ് ഇനി മടിയും കൊണ്ടുപോകുമോ? എടാ എന്നെ കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. മനസ്സിലാക്കാം ഫ്ലാങ്കിൾ ബായ്. അന്നൊരു ദിവസം ഞാൻ കൊണ്ടുപോകുന്നു, നമുക്കൊരു ട്രിപ്പ് പോകണം കേട്ടോ. ബാക്കി ബായ് ഓക്കെ ഫ്ലാങ്കിൾ ബായ് ഇപ്പം കേട്ടോ പോണേ. എടാ ഞാൻ അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തരാം. ഓക്കെ ഫ്ലാങ്കിൾ ബായ്, നിങ്ങൾ പോയിക്കോളയും, ഞാൻ ഇവിടെ നിന്നോളാം. ഓക്കേടാ എന്നാൽ കുട്ടിക്കാരൊന്നും കണ്ടില്ലല്ലോ. ഫ്ലാങ്കിൾ ബായ് ഓക്കെ. നമുക്ക് നമ്മളെ കാറെടുത്ത് നമുക്ക് പർച്ചേസും കാര്യമൊക്കെ ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മൾ കാറെടുത്ത് പോവുകയാണ്. അപ്പം നമ്മളെ ഷോപ്പിൽ അവിടെ ആക്കി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക ഗൈസ്. ഫ്ലാങ്കിൾ ബായ് എന്തായാലും പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങി പോയൊക്കാം. ഫ്ലാങ്കിൾ ബായ് പുറത്ത് കുറച്ചൊക്കെയൊന്നും കാറ്റില്ലേ പറഞ്ഞിരിക്കണം. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയൊക്കെ നോക്കാം. എന്ത് രസമാണ് ഇവിടെ കൂടിയൊക്കെ ഇങ്ങനെ നടക്കാൻ. എൻ്റെ മോനെ പൊളി. ഇതൊക്കെ വണ്ടിയാണല്ലോ. വണ്ടി ഇപ്പോൾ പൊളി. സമയമല്ലോ, പെട്ടെന്ന് പോവാ. അല്ലെങ്കിൽ ഇന്നും ആ ഓഫീസർ മറ്റേ സോങ് തരും തല്ലോട്ടൊന്നും വരും. എന്തായാലും പെട്ടെന്ന് പോയാ പൊട്ടി മാറിക്കും. അയ്യോ പൊട്ടി ചത്തോ? പൊട്ടിനെ ഒളിച്ചിട്ടത്. ഞാനും പോയോ നോക്കാം. അയ്യോ ആ പൊട്ടി മരിച്ചിട്ട് എന്താവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഒളിച്ചു നോക്കാം. പൊട്ടി ഈ പൊട്ടി ചത്തുവോ തോന്നുന്നത്. അയ്യോ അനങ്ങണില്ലല്ലോ, ചത്തുണ്ടോ? എന്നാലും ഇനി ഇവിടെ നോക്കണ്ട, പെട്ടെന്ന് തന്നെ പോവുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതിൻ്റെ മുതലാളി വന്നുകൊണ്ട് ഇതിനെ ഇടിച്ച് തല്ലും. എന്തായാലും പെട്ടെന്ന് പറഞ്ഞ് പോയേക്കോ, അതാ നല്ലത്. ഓക്കെ, നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചോപ്പ് കുർത്തിക്കേട് കാണിച്ചില്ല പോലെ വിചാരിക്കണം. പോയി നോക്കി നോക്കാം ഗൈസ് എന്തായാലും വീട്ടിലേക്ക്. ഓക്കെ, നമ്മളെ വീട് അവിടെ എത്താനായിട്ടുണ്ട്. നമ്മൾ ചോപ്പല്ലേ കിടക്കണേ? ചോപ്പ് അങ്ങനെ ഇവിടെ എത്തിയത്? ഇത് ചോപ്പ് ഇവിടെ കിടക്കണേ. ചോപ്പേ എണീക്കണേ ചോപ്പേ. നമ്മളെ ചോപ്പ് മരിച്ചു. എന്നിട്ട് നമ്മളെ ചോപ്പിനെ കാര്യം കൊന്നിക്കാണ്. നമ്മളെ ചോപ്പിന് ചെയ്യണ്ട കേസ്. നമുക്ക് നമ്മളെ ചോപ്പിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക കേസ്, അതാണ് നല്ലത്. ഓക്കെ, നമ്മളെ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ചോപ്പിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്ത് നോക്കാം കേസ്. നമുക്ക് പെട്ടെന്ന് നമ്മളെ ചോപ്പിനെ നേരെ നമുക്ക് ഇവിടെ ഇറക്കാം കേസ്. നമ്മളെ ചോപ്പിനെ നേരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കൊണ്ടുപോകാം ഗൈസ്. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഗൈസ് നമ്മളെ ചോപ്പ് മരിച്ചു എന്ന് ഗൈസ്. ഗൈസ് ഭയങ്കര സങ്കടമാവുന്നുണ്ട് ഗൈസ്. അതേപോലെ ചോപ്പിൻ്റെ നമ്മൾ ചോപ്പിനെ കുഴിച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ചോപ്പിൻ്റെ ഫ്യൂണർ കഴിച്ചു ഗൈസ്. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ പോവാം ഗൈസ്. നമുക്ക് നേരെ നമ്മളെ വീട്ടിൽ പോവാം ഗൈസ്. ഓക്കെ, നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളെ ചോപ്പ് മരിച്ച കാര്യം നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം ഗൈസ്. ഓലെയും നമ്മൾ ഫ്യൂണറിക്ക് വിളിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് മൊബൈൽ ജസ്റ്റ് വിളിക്കാം. ഞാനിപ്പോൾ എവിടെ നിൽക്കണേ? ഫ്ലാങ്കിൾ ബായിൻ്റെ വീടല്ല അവിടെ നിൽക്കുന്നത്. എനിക്കെന്തോ ഓർമ്മ ഇട്ടുകൊണ്ട് ഞാനൊരു വണ്ടി വെച്ച് ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ഇത് കൃത്യമായിട്ട് ഓർമ്മ ഇട്ടില്ല. നമുക്ക് എന്തായാലും ഫ്ലാങ്കിൾ ബായിൻ്റെ അടുത്തേക്ക് തന്നെ പോയോക്കാം. ഫ്ലാങ്കിൾ ബായ് ഞാൻ വണ്ടി വെച്ച് ഇടിച്ചാൽ നോക്കി. ഫ്ലാങ്കിൾ ബായ് ഇങ്ങോട്ട് നോക്ക്. ഫ്ലാങ്കിൾ ബായ് ഫ്ലാങ്കിൾ ബായ്ക്ക് ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? ഫ്ലാങ്കിൾ ബായ് നമുക്ക് എന്തായാലും നമ്മളെ വിളിച്ചോക്കാം. ഫ്ലാങ്കിൾ ബായ് നമ്മൾ ചോപ്പിൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. അത് ചോപ്പിനെ ഇവിടെ വിളിക്കാമല്ലോ. ഫ്ലാങ്കിൾ ബായ് ഞാൻ ഇവിടെ ഉണ്ട്. ഫ്ലാങ്കിൾ ബായ്
എവിടെ ചോപ്പ്? എനിക്കത് കാണാൻ പറ്റുന്നില്ല. ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്. എടാ കണ്ണ് കാണാൻ പറ്റിയില്ല. നീ മരിച്ചില്ലേ ഫ്രാങ്ക്ലിൻ ഭായ്? ഞാൻ മരിച്ചു. ഞാൻ നിൻ്റെ ആത്മാവോ ഫ്രാങ്ക്ലിൻ ഭായ്? നിൻ്റെ ആത്മാവോ? അപ്പോൾ നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റുമോ? അതറിയില്ല ഫ്രാങ്ക്ലിൻ ഭായ്. ഞാൻ എന്തായാലും മൈക്കിളിനെ വിളിച്ച് ചോദിച്ചോക്കട്ടെ. നമുക്കെന്തായാലും നമ്മളെ മൈക്കിളിനെ വിളിക്കാം ഗൈസ്. നമ്മുടെ ചോപ്പ് ഇവിടെ ഉണ്ട് ഗൈസ്. നമുക്കെന്തായാലും ചോപ്പിനെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. എന്തായാലും മൈക്കിളിനെ വിളിക്കാം ഗൈസ്. ഹലോ മൈക്കിളെ. ഹലോ എന്തോടോ? എടാ എൻ്റെ ചോപ്പ് മരിച്ചിരുന്ന നമ്മുടെ ചോപ്പിനല്ലോ. ആണോ? എന്തോ ചോപ്പിനെന്തോ ചോപ്പ് മരിച്ചില്ലേ? അവിടെ ചോപ്പ് മരിച്ചിരുന്നു. നമ്മളെ ചോപ്പിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നു. ചോപ്പിൻ്റെ അമ്മാവിൻ്റെ കൂടെ ഉണ്ട്. എന്തോടൊന്നും ഇപ്പോൾ ചോപ്പപ്പോൾ മരിച്ചിട്ടില്ലേ? എടാ മരിച്ചിട്ട് ആത്മാവാടാ. ഓ ഇതിന് എന്തോ നീ ഇപ്പോൾ നിനക്ക് ചോപ്പിന് ആവശ്യമുണ്ടോ? അവിടെ എനിക്ക് എൻ്റെ ചോപ്പിനെ എങ്ങനെയൊക്കെ കിട്ടണം. എൻ്റെ കയ്യിൽ റൈഡുണ്ട്. ആ ബീച്ച് അവിടെ ഒരു സ്വാമിജി ഉണ്ട്. ആ സ്വാമിൻ്റെ അടുത്തേക്ക് പോയാൽ മതി. ഓല് പറഞ്ഞു തരും നമ്മളെ ആ ചോപ്പിനെ എങ്ങനെ രക്ഷിക്കണ്ടേന്നൊക്കെ. ഓക്കെ ഞാൻ എന്തായാലും പോയോക്കട്ടെ. ഓക്കെ മന്ത്രവാദിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ മന്ത്രവാദി. നമുക്ക് പെട്ടെന്ന് നമ്മളെ മന്ത്രവാദിൻ്റെ അടുത്തേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. സ്വാമിജി. ഓ എന്താണ് പ്രശ്നം? സ്വാമിജി എൻ്റെ പറ്റിക്കിട്ട് നീ ഒന്നും പറയണ്ട, എനിക്കൊക്കെ മനസ്സിലായിരിക്കുന്നു. നീ മൈക്കിളെ വിളിച്ചു വന്നതല്ലേ? ആ മൈക്കിൾ വിളിച്ചു വന്നതാണ് സ്വാമിജി. നിൻ്റെ ചോപ്പ് നിൻ്റെ പട്ടിക്കുട്ടി ആ ചോപ്പ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ അവൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടു. നിനക്കിപ്പോൾ അവനെ തിരിച്ചു വേണം. അതല്ലേ നിൻ്റെ ആവശ്യം? അതെ സ്വാമിജിക്ക് എങ്ങനെ മനസ്സിലായത്? എല്ലാം ഞാൻ അറിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യുക. മാഫിയ ടീംസിൻ്റെ അവിടെ ഒരു അപൂർവമായ മരമുണ്ട്. ആ മരത്തിൻ്റെ ഒരു ഇല പറിച്ചാൽ മതി. ആ ഇല നിൻ്റെ ചോപ്പിന് കൊടുത്താൽ നിൻ്റെ ചോപ്പ് വീണ്ടും തിരിച്ചു വരും. ശരിക്കും സ്വാമിജി? അതെ നീ പോയി അത് പറിച്ചാൽ മതി. എന്നിട്ട് അവനക്ക് കൊടുക്കൂ. ഓക്കെ സ്വാമിജി, ഞാൻ സ്വാമിജി പറഞ്ഞ പോലെ ചെയ്തു നോക്കാം. ഓക്കെ സ്വാമിജി പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ മാഫിയ ടീംസിൻ്റെ അങ്ങോട്ട് പോയി കണ്ട് അത് അപൂർവമായ ചെടി കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ വീടിൻ്റെ ബാക്കിലായിട്ടാണ് അപൂർവ ചെടി ഉള്ളത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചെടി ഗൈസ്. അപൂർവമായ ചെടി ഗൈസ്. ഇതിന്നൊരു ഇല പറിച്ചുകൊണ്ട് നമ്മൾ ചോപ്പിന് കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ ആരും കാണാൻ നമുക്ക് ഈ മരത്തിൽ നിന്ന് ഒരില പറിക്കാം ഗൈസ്. ഓക്കെ എന്തായാലും നമ്മൾ ആ ഇല പറിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ ഇതാരാണ് ഗൈസ്? നമ്മൾ ചുഞ്ചു പുറ. ഓക്കെ നമ്മൾ മാഫിയൻ്റെ ബോഡി ഗാർഡാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഈ ഇല പറിച്ചിട്ടുടൻ തന്നെ ഇയാളെ നമ്മളെ അടിച്ചാൽ വന്നു ഗൈസ്. എൻ്റെ മോനെ ഗൈസ്. എന്നാലും നമുക്ക് ഈ ഇല എടുത്ത് നമ്മളെ ചോപ്പിന് കൊടുക്കാം ഗൈസ്. ചോപ്പിൻ്റെ ആത്മാവിനെ നമുക്ക് കൊടുക്കുന്നത് കഴിക്കാൻ. അത് തിന്നെ നമ്മളെ ചോപ്പ് പഴയ പോലെ ഒന്ന് പറയുന്ന ഗൈസ്. നമുക്ക് പോയോക്കാം ഗൈസ്. അങ്ങോട്ട് നമ്മളെ ചോപ്പിന് കൊടുക്കാം ഗൈസ്. ഓക്കെ നമ്മളെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം ഗൈസ്. നമ്മളെ ചോപ്പിന് ഉള്ളുന്ന ഷോട്ട് കേട്ട് നമുക്ക് എന്തായാലും പോയോക്കാം ഗൈസ്. പോ ഫ്രാങ്ക്ലിൻ ഭായ്. എഴുതുന്ന സൗണ്ട്. ബൗ ഞാൻ എവിടെയാണോടാ? പോ ഇവിടെ ഞാൻ സ്ഥിരം നിൽക്കാനുള്ള സ്ഥലത്ത്. ഇവിടെയാണോ? അവിടെ തന്നെ. എന്താ ഫ്രാങ്ക്ലിൻ ഭായ്? എടാ നിനക്ക് ഞാൻ ഒരു ഇല തരാം, നീ കഴിക്കോളി. ഇത് തിന്നാൻ നിനക്ക് സാധാ മനുഷ്യനാ. നിനക്ക് ആത്മാവിൽ നിന്ന് മാറാൻ വയ്യോ. പോ ശരിക്കും ഫ്രാങ്ക്ലിൻ ഭായ്. എടാ നീ ഇത് തിന്ന്. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ് എന്നാ തിന്നോ. പെട്ടെന്ന് തിന്നോ. ഓക്കെ നമ്മളെ ചോപ്പിനെ കാണാൻ പറ്റുന്നുണ്ട്. ചോപ്പേ പോ ഫ്രാങ്ക്ലിൻ ഭായ്. എനിക്കിപ്പോൾ നല്ല രീതിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്. എടാ നീ സാധാരണ ഒരു മനുഷ്യനായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ഡോഗായിട്ടുണ്ട് ഈ ഫ്രാങ്ക്ലിൻ ഭായ്. ഞാൻ ശരിക്കും മനസ്സിലായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ചോപ്പിനെ തിരിച്ച് മനുഷ്യനാക്കിയിട്ടുണ്ട്. നമ്മളെ ഡോഗാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ലൈക്ക് വേടിക്കാൻ ശരിയാക്കും. ബൈ. ഇനി നിങ്ങളുടെ ലൈക്ക് വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും കമൻറ്റ് ചെയ്യുക. അതേക്കും ബൈ.